കുഞ്ചൻ നമ്പ്യാർ ഒരു പരിധിവരെ മറ്റൊരു അർജുനനാണ്. കാരണം കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ പരിഹാസത്തിൻ്റെ ശരങ്ങളയച്ചത് സമൂഹത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവരുടെ നേരെയായിരുന്നു. അതിലെല്ലാ തരത്തിലുള്ള ആളുകളും പെടുമായിരുന്നു. ആ തറയിൽ നിന്നുള്ള പിറവിയാണ് എൻ്റേത്. ഈയൊരു ടാലൻറ്റും ഈയൊരു വാസനയും ഒക്കെ എന്നെ ബലപ്പെടുത്തിയത് കാണാനായി വളരെ കാലത്തിന് ശേഷം ഒരു സംവിധായകൻ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. അടിസ്ഥാനപരമായി തൃശ്ശൂർക്കാർ എന്ന് പറയുമ്പോൾ തൃശ്ശൂർക്കാർക്ക് അവരുടെ ഹൃദയതാളം എന്ന് പറയുന്നത് ചെണ്ടമേളവും പഞ്ചവാദ്യവും ക്ഷേത്രകലകളും അതുമായി ബന്ധപ്പെട്ട ഇതര അനുബന്ധ കലകളുമാണ്. ഞാനൊരു പനമുക്ക് എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ തൃശ്ശൂർ നഗരത്തിൽ നിന്നൊരു തെക്ക് വശത്തേക്ക് മാറി കണിമംഗലം എന്ന് പറയുന്ന വളരെ കേളികേട്ട പൂരം തുടങ്ങുന്ന കണിമംഗലത്ത് നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി പനമുക്ക് എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ ജനിച്ചയാളാണ്. എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാമമാണ്. പ്രത്യേകിച്ച് ഞാനൊരു അമ്പലവാസി കഴകക്കാരനായ ഒരാളാണ്. മാല കെട്ടുക എന്നതാണ് ഞങ്ങളുടെ കുലത്തൊഴിൽ എന്നറിയാമല്ലോ. അപ്പോൾ എല്ലായ്പ്പോഴും ആ ഒരു ക്ഷേത്രത്തിൻ്റെ സാമീപ്യവും ക്ഷേത്ര പരിസരവും അമ്പലത്തിൻ്റെ പുറത്തുള്ള കല്ലുകൊണ്ടുണ്ടാക്കിയ ദീപസ്തംഭവും കൽവിളക്കുകളും അമ്പലത്തിന് മുന്നിൽ നിൽക്കുന്ന അതിമനോഹരമായ അരയാലും 2 പേരാലുകളും ക്ഷേത്രത്തിന് പിന്നിൽ നിൽക്കുന്ന മിനാമിനുങ്ങുകൾ കൂടുകൂട്ടുന്ന പാലയും വലിയൊരു ഗ്രൗണ്ടും വലിയൊരു ക്ഷേത്ര മൈതാനവും ഇതാണ് എൻ്റെ കളിസ്ഥലം. ഒരാളെ സൃഷ്ടിക്കുന്നത് അയാളുടെ ജീവിത പരിസരമാണ് എന്ന് പറയുമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നോക്കിയാൽ കാണുന്നത് വലിയൊരു ക്ഷേത്ര മൈതാനം. അവിടെ ഒരു കാഞ്ഞിരം വൃക്ഷമുണ്ട്, വളരെ കാലം പഴക്കമുള്ള. എൻ്റെ അച്ഛനും പറയുന്നത്, അല്ലെങ്കിൽ അച്ഛനുമായി ബന്ധപ്പെട്ട അച്ഛൻ്റെ വീട്ടുകാരൊക്കെ പറയുന്നത്, അവർക്ക് ഓർമ്മ വെച്ച നാൾ ആ കാഞ്ഞിരം അങ്ങനെയാണ്. ക്ഷേത്ര പരിസരത്തുള്ള ആ കാഞ്ഞിര മരത്തിനോട് ചേർന്ന് അനുഷ്ഠാന കലകൾ അരങ്ങേറുന്ന ഒരു ചെറിയ തറയുണ്ട്. ആ തറയിലും ആൽത്തറയിലുമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലം ചെലവഴിച്ചത്. ഏകദേശം ഒരു 1972 മുതൽ കൂട്ടാം. ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ ജനിച്ചത് ഗ്രാമത്തിലാണെങ്കിലും, ജനിച്ചത് പനമുക്ക് ഗ്രാമത്തിലാണെങ്കിലും, പിന്നീട് എൻ്റെ അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയുടെ പലയിടങ്ങളിൽ കുന്നംകുളത്തും ചേലക്കരയിലും ചാലക്കുടിയിലും ഒക്കെയാണ് എൻ്റെ 1, 2, 3 വിദ്യാഭ്യാസം. അപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അവിടെ വന്ന് ഞങ്ങളവിടെ വീട് വെച്ച് താമസിക്കുന്നത്, അച്ഛൻ്റെ തറവാടിനോട് ചേർന്നു. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും അനുഗ്രഹീതമായ ഒരു പ്രദേശം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ അരങ്ങേറുന്ന വിഷു ദിവസം നടക്കുന്ന വിഷുവേലയും 41 ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്ന കളമ്പാട്ട്, അതുപോലെ ക്ഷേത്രാചാരങ്ങൾ, അതൊക്കെയായിട്ട് വളരെയധികം അടുപ്പമുള്ള ഒരു കുടുംബമായിരുന്നത് കൊണ്ട് ഞാനെപ്പോഴും ഒരു അമ്പലവാസി തന്നെയായിരുന്നു. എൻ്റെ ഉള്ളിലുള്ള ഒരു താളബോധത്തെ, എൻ്റെ ഒരു കലയിലേക്കുള്ള എൻ്റെ ഒരു പ്രവേശത്തെ, അതിന് മുൻപുള്ള ഒരു കാലം എന്ന് പറയുന്നത് ഈ പരിസരവുമായി ബന്ധപ്പെട്ടതാണ്. എനിക്ക് ഈ താളത്തിൽ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട്, സംഗീതത്തിൽ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട്, പാട്ടുകാരനാവാനുള്ള വലിയൊരു ആഗ്രഹം ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ കേൾക്കുന്ന എല്ലാ പാട്ടുകളും ഹൃദിസ്ഥമാക്കുന്ന എന്തോ ഒരു തരം ഒരു കഴിവോ അതല്ലെങ്കിൽ എന്തോ ആണ് എനിക്കുണ്ടായിരുന്നു. എനിക്കെപ്പോഴും പാട്ടിൻ്റെ കൂടെ ജീവിക്കാനായിരുന്നു ആഗ്രഹം. പാട്ട് അന്നും ഇന്നും എന്നും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയമാണ്. പാട്ട്, അഭിനയം, അനുകരണം, അത് വളരെ ചെറുപ്പം മുതലുള്ള ഒരു അസുഖമാണ് എൻ്റെ. ഞാൻ വീട്ടിൽ വരുന്നവരെയൊക്കെ അനുകരിക്കും, വീട്ടിലുള്ളവരെ അനുകരിക്കും, അച്ഛനെ അനുകരിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ ബന്ധുക്കളെ. അമ്മയുടെ വീട് കുട്ടനെല്ലൂർ, അവിടെ പോകുമ്പോൾ അവിടുത്തെ കാരണവന്മാരെ, ഒരു കുരുത്തം കെട്ട പരിപാടിയായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ പറയുക. കാരണം ഉള്ളിലുള്ള ഒരു വാസന ഏത് തരത്തിൽ പുറത്തേക്ക് വരണം എന്നറിയാത്ത ഒരു
ബാല്യത്തിൻ്റെ ഒരു കുറുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കുകയും പാട്ട് പാടുകയും അനുകരിക്കുകയും സ്വന്തമായി ഉണ്ടാക്കിയ ചില തമാശകൾ പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബാല്യകാലമായതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള കുട്ടിയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും എന്നെ, ബന്ധുക്കളും വീട്ടിലുള്ളവരും ഒക്കെ എന്നെ വിളിച്ചിരുന്നു കോമാളി എന്നാണ്. അവനൊരു കോമാളി എന്നാണ് പറയുക. അപ്പം അങ്ങനെ ഒരു കോമാളിക്കളിക്കാരൻ, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ എല്ലാവരെയും ആലോചനപ്പെടുത്തിക്കൊണ്ടും അവരെ ചിലപ്പോൾ നോവിച്ചുകൊണ്ടും ഒക്കെ തമാശ പറയുന്ന ഒരു കുട്ടി. കോമാളി എന്ന പേര് എനിക്ക് വളരെ കാലം കഴിഞ്ഞാണ് ആ പദത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. കോമാളി നിസ്സാരക്കാരനല്ല. ലോകം കണ്ട ഏറ്റവും വലിയ നടനായ ചാർലി ചാപ്ലിൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ ക്ലാസിക് കൃതികളിലും അദ്ദേഹം കോമാളിയായിട്ടാണ് വന്നത്. നമുക്കറിയാം ചാർലി ചാപ്ലിൻ്റെ വിശ്വപ്രസിദ്ധങ്ങളായ ചലച്ചിത്രങ്ങൾ. അപ്പം അങ്ങനെ ഒരു പേര് ചെറുപ്പം മുതലേ എനിക്ക് വീണു. അതുപോലെ എന്നെ പലപ്പോഴും എൻ്റെ അച്ഛൻ ദേഷ്യം വന്നാൽ വിളിക്കുന്നത് വേഷം കെട്ട് വേണ്ടറ എന്നാണ്. വേഷം കെട്ട് എന്ന വാക്ക് അന്ന് അച്ഛൻ പറഞ്ഞത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാവുണ്ടായത്. ഞാൻ പിന്നീട് നാടകം അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ, അത് കഴിഞ്ഞ് എൻ്റെ സ്വന്തം കേരളത്തിലെ ആദ്യത്തെ ഒരു ഏകാഭിനയം എന്ന രീതിയിൽ ഞാൻ കാരിക്കേച്ചർ എന്ന പേരിലൊരു പ്രോഗ്രാം സ്വതന്ത്രമായി, അത് വലിയ കാര്യമായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് മിടുക്കന്മാരിപ്പോഴും ഉണ്ട് കാരിക്കേച്ചറിലല്ലെങ്കിലും മറ്റ് പല ഹാസ്യകല വിദഗ്ധന്മാരുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച വേഷം കെട്ട് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേഷം കെട്ടുകാരനായി. ഒരിക്കൽ വേഷം കെട്ടിക്കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ ആ വേഷം കെട്ടണം എന്നതാണ് അലിഖിത നിയമം. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇന്നും വേഷം കെട്ടുകാരനാണ്. ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന എൻ്റെ അടുത്ത സുഹൃത്ത് എൻ്റെ കണ്ണാടിയായിരുന്നു. കണ്ണാടിയിൽ നോക്കി വിവിധ ഭാവങ്ങൾ കാണിക്കുക. എനിക്കറിഞ്ഞുകൂടാ അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്നും എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത്. ഞാൻ എന്നെ തന്നെ നോക്കുകയാണ്. ഞാൻ അതിൽ നിന്നുകൊണ്ട് സിനിമാ താരങ്ങളെ അനുകരിക്കുക, വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള അപൂർവമായ സംസാര ഭാഷയുള്ള, അപൂർവമായ ശരീര ഭാഷയുള്ള, വിവിധ തരങ്ങളിൽ നടന്നു പോകുന്ന ആളുകളെ അഭിനയിക്കുക, അതൊക്കെയായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സിദ്ധി എന്നിലുള്ളതുകൊണ്ടും ഈ പാട്ട് എൻ്റെ രക്തത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടുമായിരിക്കണം. സാധാരണ ഒരു പാട്ടുകാരനായി എൻ്റെ മകൻ അങ്ങനെ വഴിതെറ്റി പോകേണ്ട ഒരു ഇൻക്ലിനേഷൻ അവനുണ്ടാകണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം എൻ്റെ അച്ഛൻ എന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓട്ടംതുള്ളൽ പഠിപ്പിച്ചത്. ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ പ്രശസ്തമായ കല്യാണ സൗന്ധികം വേണു ആശാൻ എന്ന എൻ്റെ ആദ്യത്തെ കലയിലെ ഗുരുനാഥൻ്റെ കീഴിൽ അഭ്യസിക്കുമ്പോൾ അഭ്യസിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വീടിൻ്റെ ഉമ്മറത്തുള്ള അമ്പലപ്പറപ്പിനോട് ചേർന്നുള്ള കാഞ്ഞിരമരത്തോട് ചാരയുള്ള അനുഷ്ഠാനത്തറയിൽ അരങ്ങേറിയപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആളുകളെല്ലാം എന്നെ വളരെ അഭിനന്ദിച്ചു. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം ഓട്ടംതുള്ളൽ എന്ന കലയിലൂടെ ഒരു കലാകാരൻ പിറക്കുകയായിരുന്നു. ഒരു ആക്ടർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന കലയാണ് ഓട്ടംതുള്ളൽ. ഒരൊറ്റ നടൻ, കേന്ദ്രീകൃതമായ ഒരു നടൻ, പിന്നിൽ പക്കമേളക്കാരുണ്ട്, പക്ഷെ അയാളാണ് എല്ലാമായി മാറുന്നത്. കല്യാണ സൗന്ദര്യം നിങ്ങൾക്കറിയാമല്ലോ. പാഞ്ചാലിക്ക് ഏതോ ഒരു കുബേരൻ്റെ പൊയ്കയിൽ നിന്നും പാഞ്ചാലിയുടെ മൂക്കിൽ വന്ന് അല്ലെ നാസാരന്ധ്രങ്ങളിൽ വന്ന് തട്ടിയ ഒരു പൂവിൻ്റെ സുഗന്ധമെറിഞ്ഞ അവൾ തൻ്റെ 2ാം ഊഴക്കാരനായ ഭർത്താവ് ഭീമസേനോട് ആ പൂ പറിച്ചു കൊണ്ടുവരാൻ പറയുന്നതാണല്ലോ കഥ. അത് ഭീമനാണ് നായകൻ. ആ യാത്രയാണ് കല്യാണ സൗഗന്ധികം. പോകുന്നതും കല്ലും മരങ്ങളും തല്ലിത്തകർത്തുകൊണ്ട് ഉല്ലാസമോടങ്ങ് ചെല്ലുന്ന നേരത്ത് എന്നിങ്ങനെ ഇടയ്ക്ക് വെച്ച് ഞാൻ തുടങ്ങുകയാണ്. ആ കഥയിലൂടെ പോകുമ്പോൾ, പകർന്നാടുമ്പോൾ,
പ്രധാന കഥാപാത്രമായ ഭീമൻ്റെ ഉദ്ധതവീരം എന്ന രസത്തിൽ ഊന്നിക്കൊണ്ടുള്ള കുഞ്ചൻ നമ്പ്യാരുടെ അതിമനോഹരമായ മലയാള സാഹിത്യത്തിലൂടെ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ ഒരു ആക്ടർ പാടുകയും അഭിനയിക്കുകയും അനുകരിക്കുകയും വിമർശിക്കുകയും ഫലിതം പറയുകയും ചെയ്യുന്ന ഒരു ആക്ടർ രൂപപ്പെട്ടു വരികയായിരുന്നു. ആരൊക്കെ ആവണം? ഓട്ടംതുള്ളലിലെ നടന് വാചികമാണ് പ്രധാനം. അടിസ്ഥാനപരമായി അഭിനയം വാചിക കലയാണ്. ഈ ഓട്ടംതുള്ളലിൻ്റെ പഠനമാണ് എന്നെ നാടകത്തിലെത്തിക്കുന്നതും കാരിക്കേച്ചറിലേക്ക് എത്തിക്കുന്നതും സിനിമയിലേക്ക് എത്തിക്കുന്നതുമൊക്കെ. ആരൊക്കെ ആവണം? ഓട്ടംതുള്ളൽ നടൻ കല്യാണ സൗന്ദര്യം അവതരിപ്പിക്കുമ്പോൾ അയാൾ ഭീമസേനാവണം, പാഞ്ചാലിയാവണം, ഹനുമാനാവണം, പഞ്ചപാണ്ഡവരാവണം, ദുര്യോധനാദികളായിട്ടുള്ള 101 പേരാവണം, രാജാവാവണം, പറവയാകണം, പരുന്താവണം, കാറ്റാവണം, കദളീവനത്തിലെ വാഴക്കൂട്ടമാവണം, കിളികളാവണം, ശൃംഗാര ഭാവങ്ങൾ കണ്ട പൊയ്കയാവണം, വവ്വലും കിളികളും പച്ചക്കിളികളും പ്രാവും പരുന്തുമാകണം. നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയുന്ന ദൃശ്യപരമായ ഒരു വലിയ വിധാനത്തിൽ നമ്മൾ നിന്നുകൊണ്ട് പെർഫോം ചെയ്യുമ്പോൾ ഇതെല്ലാം ആവണം. അവിടെയാണ് അടിസ്ഥാനപരമായി ഒരു നടൻ രൂപപ്പെടുന്നതിൻ്റെ ഒരു വലിയ ഒരു സാഹിത്യത്തിൻ്റെ സംഗീതത്തിൻ്റെ താളങ്ങളുടെ ഒരു കൃതി അതിനെ അവലംബിച്ചുകൊണ്ട് ഉണ്ടാവും. കുഞ്ചൻ നമ്പ്യാർ തന്നെയാണ് എൻ്റെ മാനസഗുരു. പരിഹാസത്തിലൂടെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ വിഷയങ്ങളെയും വിമർശന വിധേയമാക്കിയ രാജാവിനെയും മന്ത്രിമാരെയും പ്രഭുക്കന്മാരെയും തൻ്റെ കണ്ണിൽപ്പെട്ട സമസ്ത ജനങ്ങളെയും പരിഹാസം കൊണ്ട് വലിച്ചു കീറിയ കുഞ്ചൻ നമ്പ്യാരുടെ ആ കഥയിലൂടെ ഞാൻ മറ്റൊരു ജന്മമെടുക്കുകയായിരുന്നു എന്ന് പറയാം. അർജുനൻ്റെ അമ്പാണ് ഏറ്റവും ശക്തമായി മർമ്മത്ത് കൊള്ളുന്നത് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ദ്രോണാചാര്യർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന ശിഷ്യൻ അർജുനൻ അമ്പെടുത്ത് തൊടുത്താൽ മർമ്മത്തിൽ കൊള്ളും. ലക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. കുഞ്ചൻ നമ്പ്യാർ ഒരു പരിധിവരെ മറ്റൊരു അർജുനനാണ്. കാരണം കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ പരിഹാസത്തിൻ്റെ ശരങ്ങളയച്ചത് സമൂഹത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവരുടെ നേരെയായിരുന്നു. അതിലെല്ലാ തരത്തിലുള്ള ആളുകളും പെടുമായിരുന്നു. ആ കലാരൂപത്തിലൂടെ ഒരു ജീവിതത്തിൻ്റെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എൻ്റെ തറ. ആ തറയിൽ നിന്നുള്ള പിറവിയാണ് എൻ്റേത്. ഈ ഒരു ടാലൻറ്റും ഈ ഒരു വാസനയും ഒക്കെ എന്നെ ബലപ്പെടുത്തിയത് കാണാനായി വളരെ കാലത്തിന് ശേഷം ഒരു സംവിധായകൻ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. എൻ്റെ ഏകദേശം പ്രീ ഡിഗ്രിയും അതുപോലെ എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കയ്യിലുള്ള സിദ്ധികൾ പ്രയോഗിക്കാൻ ഒരു ഇടം വേണം എന്ന ചിന്തയുടെ ഫലമായി അന്ന് ചെന്നൈയിലേക്കൊന്നും പോകാനുള്ള ധൈര്യവുമില്ല, അതിനനുവദിക്കില്ല. എൻ്റെ വീടിനടുത്ത് ആയിരുന്നു അമേച്വർ നാടക രംഗത്തെ പ്രഗത്ഭനായ ജോസ് ചിറമ്പൽ എന്ന എൻ്റെ ഗുരുനാഥൻ്റെ നാട്. വേണുവാശൻ തുള്ളൽ പഠിപ്പിച്ചുവെങ്കിൽ എന്നെ നാടകത്തിൽ എന്നെ വളർത്തിയെടുത്ത് ജോസ് ചിറമ്പലാണ്. അദ്ദേഹത്തിൻ്റെ നാടകസംഘത്തിൽ ചേരുകയും പിന്നീട് ഒട്ടനവധി തിയേറ്റർ ആക്ടിവിറ്റീസുമായിട്ട് ഞാനിങ്ങനെ കുറേ കാലം സഞ്ചരിച്ചു. ഏകദേശം 83 മുതൽ 91 വരെയുള്ളൊരു കാലം. അതിനിടയിൽ എൻ്റെ മറ്റൊരു രീതിയിൽ വേറൊരു ഒരു കല എവിടെ നിന്ന് രൂപപ്പെടുമായിരുന്നു. കാലമാണല്ലോ കലയെ ഉണ്ടാക്കുന്നത്, കലയെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള നാടകങ്ങൾ ചെയ്യുന്നു ജോസ് ചിറമ്മലിൻ്റെ സംവിധാനത്തിൽ. ആ റിഹേഴ്സലുകളുടെ ഇടവേളകളിൽ, നാടക റിഹേഴ്സലുകളുടെ വളരെ കഠിനമാർന്ന അധ്വാനത്തിൻ്റെ, ശാരീരികമായ അധ്വാനത്തിൻ്റെ ഇടവേളകളിൽ എൻ്റെ കൂട്ടുകാരെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി ഞാൻ ചില നർമ്മങ്ങൾ, ചില അനുകരണങ്ങൾ, ചില പാട്ടുകളുടെ വരികൾ ചേർത്തുകൊണ്ടുള്ള അഭിനയങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അതെൻ്റെ കൂട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് ചെയ്ത് നിർത്തുമ്പോഴും സംവിധായകനില്ലാത്ത സമയത്ത് സംവിധായകൻ ബ്രേക്ക് പറഞ്ഞു പോകും.
അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാരായിട്ടുള്ള എൻ്റെ സഹനടന്മാർ പറയും, ഒന്നുകൂടെ കാണിക്ക്, അത് കാണിക്ക്, ഇത് കാണിക്കുക. അങ്ങനെ ഈ നാടക പ്രവർത്തനത്തിലൂടെ ഒരു നടനായി നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ മറ്റൊരു കല പിറവി കൊള്ളുകയായിരുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു പിന്നിലേക്ക് നോക്കിയിട്ട് ഈ കാലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അങ്ങനെ അതിനൊരു ഒരു ഒരു അവതരണ കലയായി ഇത് മാറുമെന്നൊന്നും ഞാൻ വിചാരിച്ചല്ല. ഈ ഒരു ടാലൻറ്റ് വെച്ചുകൊണ്ട് ഇതൊരു അവതരണ കലയായി മാറുമെന്നോ ലോകത്ത് മുഴുവൻ അവതരിപ്പിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള നാടക പ്രവർത്തനത്തിനിടയിൽ ജോസ് ചിറമ്മൽ എന്ന എൻ്റെ ഗുരുനാഥനോടൊപ്പം അതിനു മുമ്പേ ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകാർക്കിടയിലും നാട്ടിൻ പുറത്തൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ആദ്യമധ്യാന്തമില്ലാതെ, തുടക്കം ഒടുക്കമൊന്നുമില്ലാതെ. പക്ഷേ എൻ്റെ ഉള്ളിൽ എങ്ങനെയോ ഒരു 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 സങ്കല്പത്തിൻ്റെ ഞാൻ അറിയാതെ തന്നെ നമ്മളറിയാതെ രൂപപ്പെടുന്നതാണ് നമ്മുടെ സർഗാത്മകത, നമ്മുടെ മനോധർമ്മം എന്ന് പറയില്ലേ. നമ്മളെന്തൊക്കെ പഠിച്ചു വെച്ചാലും, എത്ര ഡയലോഗ് പഠിച്ചു വെച്ചാലും, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അപ്പോൾ ഈ സർഗാത്മകത എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനോധർമ്മമാണെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കുക. ഭരത് ഗോപി ആശാൻ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ആക്ടേഴ്സിലാണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു സൗഹൃദം, എൻ്റെ തമാശകൾ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഗോപി ആശാൻ്റെ മുഖം, ദേവരായ മാസ്റ്റർ മുഖം, കെ രാഘവൻ മാസ്റ്റർ മുഖം എല്ലാം എൻ്റെ മനസ്സിലെ ഫ്രെയിമിലിങ്ങനെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു മഹാഭാഗ്യമാണ്.